ഗോവയിൽ ഈ വർഷം മുതൽ കുട്ടികൾക്ക് സമ്മർ വെക്കേഷൻ ഒറ്റ മാസമായിട്ട് ചുരുക്കി. അതായത് മാർച്ചിൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഏപ്രിൽ മുതൽ സ്റ്റാർട്ട് ആവുകയാണ്. എന്നിട്ട് മെയ്യിൽ ഒരു മാസത്തെ വെക്കേഷൻ കൊടുക്കുന്നു. അപ്പം ഏപ്രിൽ കൊടും ചൂട്, ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സ്കൂളിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ പേരൻസും ടീച്ചേഴ്സും ഒക്കെ പലതവണ ഗവൺമെൻറ്റിനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവരുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. മാർച്ചിൽ ആ പരീക്ഷയും തിരക്കും എല്ലാം കഴിഞ്ഞ് ആ ഒരു സമയത്ത് തന്നെ അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് പോയി. ഏപ്രിൽ കൊടും ചൂടിൽ കുട്ടികൾ രാവിലെ 7 മണിക്ക് പോകും. 8 മണി മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 1 മണി വരെ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിരിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം മെയ്യിൽ ഒരു മാസത്തെ വെക്കേഷൻ, പിന്നെ ജൂണിൽ സാധാരണ തുടങ്ങുന്ന പോലെ ക്ലാസ് തുടങ്ങും. പക്ഷേ ഇത് കുറച്ച് തിരിച്ചായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നേനെ. അതായത് മാർച്ചിൽ സ്കൂൾ ക്ലോസ് ചെയ്തിട്ട് ഏപ്രിലിൽ വെക്കേഷൻ കൊടുത്ത് മെയ്യിൽ ക്ലാസ് തുടങ്ങിയിരുന്നെങ്കിൽ മെയ് ജൂൺ അങ്ങനെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോകാമായിരുന്നു. ഇത് ഇടയ്ക്കിട്ടൊരു മാസത്തിൽ ബ്രേക്ക് എടുക്കുക ഒക്കെ എന്തോ. ഇപ്പോൾ 36, 37 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. കുട്ടികളാണെങ്കിൽ ആകെ ചൂടെടുത്തിട്ട് ഈ ഒരു കൊടും ചൂടിൽ പോയി വെപ്രാളപ്പെട്ടിട്ടാണ് സ്കൂളിൽ നിന്ന് വരുന്നത്. നമ്മളപ്പം ഒരു വീക്കെൻഡിലൊക്കെ കുട്ടികളെയും കൊണ്ട് പുറത്ത് പോയിട്ട് ബീച്ചിൽ ഫുള്ള് കൊണ്ടിട്ടു. അവർ ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് കരുതി, ചൂടിൽ നിന്നൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതി വീക്കെൻഡിൽ മോർജിൻ ബീച്ചിൽ പോയിട്ട് അവിടെ നൈറ്റ് വരെ അവിടെ സ്പെൻഡ് ചെയ്തു.